വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാടി വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ടം മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ആദിശങ്കര യോഗ ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനം ആചരിച്ചു. ആദിശങ്കര യോഗ ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ സെന്ററിന്റെയും കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെയും യോഗാശാസ്ത്ര പരിഷത്തിന്റെയും നേതൃത്വത്തിൽ കാലടി മുതലക്കടവ് ഓഡിറ്റോറിയത്തിൽ 11ാമത് അന്തർദേശീയ യോഗാ ദിനം ആചരിച്ചു. യോഗാ ദിനാചരണം കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ട്രസ്റ്റിയും ആഫ്രിക്കയിൽ യോഗ ക്ലാസ് നടത്തുകയും അവിടെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ കാപ്പിളി ശ്രീവത്സൻ നമ്പൂതിരി നിലവിളക്ക് കൊടുത്തി ഉദ്ഘാടനം ചെയ്തു. പഠിപ്പിക്കല്ല, ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല, അങ്ങനെ ഒരു ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ സംഘടനയായിട്ടോ അല്ല. പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ഈ പയോത്തെന്ന് പറയും, കുറച്ച് പുല്ല് ഒക്കെ മേഞ്ഞ് ഒരു ചെറിയ ഔട്ട് ഹൗസ് പോലെ ഉണ്ട്. അവിടെ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുക. അത് ലുമുംബാഷി എന്ന് പറഞ്ഞാൽ ഈ മൈനിങ് സിറ്റിയാണത്. ലോകത്തെ തന്നെ മൈനിങ് സിറ്റിയായിട്ടുള്ള കോൾട്ടാൻ പോലെയുള്ള ഇത് മൈൻ ചെയ്തെടുക്കുന്ന സിറ്റി. കോബോൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, പക്ഷേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലെ ബാറ്ററി മുഴുവൻ ചാർജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കോബോൾട്ട് വഴിയാണ്. ആ മൂലകം 95% ഈ ഭാഗത്തു നിന്നാണ് മൈൻ ചെയ്ത് വന്നത്. അപ്പോൾ അവിടെ ആൾക്കാരെ പഠിപ്പിക്കാനായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് ആഫ്രിക്കക്കാർ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതുകൊണ്ട് എളുപ്പമാണ്, അവർക്ക് അതിനോടൊരു താല്പര്യമുണ്ട്. യോഗ പരിശീലനം ആഫ്രിക്കയിലുള്ളവർക്ക് നല്ല മതിപ്പാണെന്നും ഭാരതത്തിലെ ഹിമാലയത്തിൽ നിന്ന് യോഗ പഠിച്ച ആഫ്രിക്കയിൽ ഒത്തിരി യോഗാ സെന്ററുകൾ തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജൂൺ 21 അന്തർദേശീയ യോഗാ ദിനം വളരെ ആഘോഷത്തോടെ കഴിഞ്ഞ 10 വർഷമായി അവിടെ ആഘോഷിക്കുന്നുണ്ടെന്നും 32 വർഷമായി അവിടെ യോഗ ക്ലാസ് എടുക്കുന്നുണ്ടെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കി. യോഗാ ദിന സമ്മേളനത്തിൽ ആദിശങ്കര ഫൗണ്ടേഷൻ ചെയർമാൻ TP ജോർജ് അധ്യക്ഷത വഹിച്ചു. ആചാര്യ യോഗ ട്രെയിനർ ജയപ്രകാശ് യോഗാ ദിന സന്ദേശം നൽകി. തമിഴ്നാട്ടിൽ നിന്നുള്ള യോഗ ഗുരു ലക്ഷ്മൺ ചന്ദ്രശേഖർ മുഖ്യ പ്രഭാഷണം നടത്തി. ആന്റണി തൊട്ടൂർ, സൂസി ജോർജ്, റോസി വർഗീസ്, ഇലാക്കിയ ലക്ഷ്മൺ ചന്ദ്രശേഖർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. യോഗ സ്റ്റുഡൻസ് തോമസ് മറ്റപ്പള്ളി കൃതജ്ഞത പറഞ്ഞു. യോഗ സമ്മേളനത്തിന് ശേഷം യോഗ ട്രെയിനിംഗ് ആചാര്യ ജയപ്രകാശ് യോഗ നയിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി.